മോർണിംഗ്. 10th കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് 7 ദിവസം കൊണ്ട് ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ എക്സാം വരുവാണല്ലേ. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു കുഞ്ഞു ക്ലാസ്സുകളാണ്. അപ്പോൾ വേഗം എന്ത് ചെയ്യുക, കുറഞ്ഞ സമയം കൊണ്ടിട്ട് കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ടായിരിക്കും ഓരോ ക്ലാസ് നടക്കുക. അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മെയിനായിട്ട് എടുത്ത് പറയുന്നതാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ട് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. 1 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മിക്ക കുട്ടികൾക്ക് തെറ്റും. അപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഈ 1s 2 2s2 2p6 3s2 3p6 4s2 3d10 ഇതങ്ങ് കാണാതെ പഠിക്കുക. എന്താ 1s2 1ൽ ഒരു എസ് മാത്രം, 2ലാണെങ്കിലോ എസ്സും പിയും ഉണ്ട്, 3ലാണെങ്കിലോ എസ് പി, അതേപോലെ തന്നെ 3ൽ ഡി ഞാൻ ലാസ്റ്റ് എഴുതിയിട്ടുള്ളൂ, അതിന് മുമ്പേ ഒരു എസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി വരുവാണെങ്കിൽ എന്തായാലും 4p ആയിരിക്കും വരിക. ഓക്കെ, നമുക്കിത് ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതുവരെയൊന്നും പോവാറില്ല, നമുക്ക് ഇതുവരെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p, ആ രീതിയിലാണ്. ഇനി നോക്കിയേ, ഒരു കാര്യം നോക്കാം. എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസാണ് കൊള്ളാൻ പറ്റുന്നത്. എക്സിൽ എത്ര എണ്ണമാണ്? 2 ഇലക്ട്രോൺസ്. കണ്ടോമെങ്കിൽ നോക്കിയാൽ 2 എസ് എവിടെയൊക്കെ കാണുന്നു അതിൻ്റെ മണ്ടയിലൊക്കെ ഞാൻ 2 എഴുതിയിട്ടുള്ളത്. ഇത് കറക്റ്റ് ഇങ്ങനെയല്ല കേട്ടോ ഫില്ല് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞു തന്നതാണ്. ഇത് ഇതേപോലെ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചിരുന്നു ആദ്യം. ഓക്കെ, ഇനി എസ്സിൽ എത്ര എണ്ണ കൊള്ളാൻ പറ്റുക? 2 എണ്ണം. പിയിലാണെങ്കിലോ, ടിയിൽ എത്രയാണ് നോക്കിയേ? 6 എണ്ണ മാക്സിമം കൊള്ളാൻ പറ്റുക. ഡിയിലാണെങ്കിലോ എത്ര എണ്ണ കൊള്ളാൻ പറ്റുക? 10 എണ്ണ മാക്സിമം കൊള്ളാൻ പറ്റുക. ഇത് ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എസ്സിൽ എത്ര എണ്ണ കൊള്ളാൻ പറ്റുക? 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഓക്കെ, എഫിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഇനി ഒരു പഠിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യണേ നോക്കാം. 1-2 എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റത്തെ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർഗൺ 18 എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഈ എഴുതിയിരിക്കുന്ന താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരണം കേട്ടോ. നോക്കിക്കോ, 1s മുകളിലുള്ളത് വേണ്ട, 2s 2p 3s 3p 4s 3d 4p. നമ്മൾ കാണാതെ പഠിച്ചു വെച്ച കാര്യം അതേപോലെ എഴുതി, ഒരു വ്യത്യാസം ഇല്ലല്ലോ, അതേപോലെ എഴുതി. ഇനി 18 വരണം, അതുവരെ ഫില്ല് ചെയ്യാം. എസ്സിൽ 2 എണ്ണേ കൊള്ളാവൂ, വീണ്ടും എസ്സിൽ 2 എണ്ണേ കൊള്ളാവൂ. ഇപ്പം തന്നെ 4 എണ്ണം ആയിട്ടുണ്ട്. ഇനി പിയിൽ എത്ര കൊള്ളാം? എസ് ഇതുവരെ നോക്കുമ്പോൾ നമുക്ക് 10 എണ്ണം ആയിട്ടുണ്ട്. ഇനി 8 എണ്ണം കൂടെ കൊള്ളണം അല്ലേ. എസ്സിൽ എത്രയാ? 2 എണ്ണം. അപ്പോൾ ഇനി കൂട്ടി നോക്കിയാൽ 2 4 6 10 12. ഇനി ഒരു 6 എണ്ണം കൂടെ ആയപ്പോൾ എന്തെന്നായി? 18 എണ്ണം അങ്ങ് ഫില്ലായി. പിയിൽ എത്ര എണ്ണേ കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ എറേസ് ചെയ്ത് കളയാം. ഇതാണ് നമ്മുടെ ഉത്തരം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് മാത്രമാണ് കേട്ടോ. ഇങ്ങനെയല്ല നമ്മൾ സാധാരണ രീതിയിൽ അങ്ങ് ചെയ്ത് പോവുക ചെയ്യുക. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതങ്ങ് കാണാതെ പഠിക്കുക, ഇതിൻ്റെ മേലെ ഉള്ളത് എഴുതാതെ അത് മാത്രം എഴുതിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, എത്രയാണോ നമ്പർ പറയുന്നത് ഇതിനെ വെച്ചിട്ട് നമ്മളങ്ങ് എഴുതുക. ഇതാണ് നമ്മൾ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഇസഡ് എന്ന് വിളിക്കും, അറ്റോമിക് നമ്പർ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കിയാലോ. Na11 ചെയ്ത് നോക്കിയേ. നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പോലെ 1s 2s 2p 3s 3p നമുക്ക് 18 വന്നപ്പോഴേ 3p വരെ വന്നുള്ളൂ. അപ്പം ബാക്കിയൊന്നും ഞാൻ എഴുതുന്നില്ല കേട്ടോ. ബാക്കി ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയാൽ 2 എസ്സിൻ്റെ മണ്ടയിൽ 2 പറ്റുള്ളൂ, 2 6 ഇപ്പം തന്നെ 10ആയി. ബാക്കി എത്ര എണ്ണം? എസ്സിൽ 2 എണ്ണം കൊള്ളാം, പക്ഷേ 2 എണ്ണം കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല്ലല്ലോ, 11 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അങ്ങ് ഇടാം. അതെന്ത് ചെയ്യുക, പിയുടെ ആവശ്യമില്ല. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ Na10 നിങ്ങൾ ചെയ്യുമല്ലോ. എന്തായിരിക്കും? 1s 2s 2pയുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ അല്ലേ. 2 2 6 2 2 കൂടെ 4 6 10. ഇതാണ് നമ്മുടെ അറ്റോമിക് നമ്പർ ഫില്ലായിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാവോ? എങ്ങനെയാണ് ഗ്രൂപ്പ് ബ്ലോക്ക് കണ്ടുപിടിക്കുക? ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ലാസ്റ്റ് വരുന്നത് ഏതാണോ അത് തന്നെയാണ് അവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ പി ആയിരിക്കും. ഇവിടെ എന്തിലാണ് അവസാനിച്ചത് നോക്കിയേ, നമുക്ക് ഓരോന്നിൻ്റെയും ബ്ലോക്ക് കാണാം. ഇത് എന്തിലാണ് അവസാനിച്ചത്? പി. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് ഏതാണ്? ബ്ലോക്ക് പി ആണല്ലേ. ഇനി ഇത് നോക്കിയേ, Na11 ഏതിലാണ് അവസാനിച്ചത്? എസ്സിലാണ് അവസാനിച്ചത്. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് ഏതാണ്?
യെസ്. ഇനി ഇത് നോക്കിയാൽ എനി 10 ഏതിലാണ് അവസാനിച്ചത്? പിയിൽ അവസാനിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് ഏതാണ്? പി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പിരീഡ് കാണാൻ വേണ്ടി നോക്കാം. നമുക്ക് രണ്ടാമത്തെ പിരീഡ് കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്നാണ് പിരീഡ് കാണാമെന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സില്ലേ, ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? അതാണ് പിരീഡ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പിരീഡ് ഏതായിരിക്കും? 1 ആണോ വലുത്, 2 ആണോ വലുത്, 3 ആണോ വലുത്? ഏതാണ്? നമ്മുടെ 3 ആണ് വലുതല്ലേ. അപ്പോൾ ഇനി രണ്ടാമത്തെ നോക്കിയേ, ഇതിലേതായിരിക്കും പിരീഡ് എന്ന് പറയുന്നത്? 1 ആണോ 2 ആണോ 3 ആണോ? എക്സാക്ട് 3 ആണ് വലുതല്ലേ. ഇനി ഇത് നോക്കിയാൽ ഏറ്റവും വലുത് ഏതാണെന്ന്? ഇവിടുത്തെ പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 1 ആണോ 2 ആണോ? 2 ആണല്ലേ ഇവിടുത്തെ പിരീഡ് എന്ന് പറയാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ എന്താ കാണാതെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ കാണാതെ പഠിക്കാൻ പറഞ്ഞുള്ളൂ. ഇതൊന്നും എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വയ്ക്കുക. പിന്നെ എസ്സിൽ എത്രണ്ണ കൊള്ളുക? 2 എണ്ണം, ടിയിൽ 6 ആണ്, ഡിയിൽ 10 ആണ്, എഫിൽ 14 ആണ്. നമുക്ക് ഇത് ഇത്രയും കാണാതെ പഠിച്ചു വയ്ക്കുക. ബാക്കി ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കേട്ടാൽ മതി, നമുക്ക് മനസ്സിലാവും അല്ലേ. ഇത് ഇത്രയാണ് കാണാതെ പഠിക്കാൻ പറഞ്ഞത്. 1S 2S എന്ന് എഴുതിയിരിക്കുന്നത് അത് കാണാതെ പഠിക്കുക. എസ്, പി, ഡി, എഫ് എന്നുള്ളത് കാണാതെ പഠിക്കുക. ഇനി ഒരു കാര്യം കൂടെ കാണാതെ പഠിക്കണം. എസ്സിലാണെങ്കിൽ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്കൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. പിയിലാണെങ്കിൽ പിയുടെ വണ്ടിയിൽ എത്രയാണ് വരിക? 6 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? +2 കൂട്ടിയാണ് +12 കൂട്ടിയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ഇത് മറന്നോ? നമ്മൾ 6 ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിയുടെ മണ്ടയിൽ 6 ആണ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ 12 കൂട്ടണം കേട്ടോ. അപ്പോൾ ഡിയിലാണെങ്കിൽ മുകളിലത്തെ നമ്പർ ഒന്നും നോക്കണ്ട, അങ്ങ് പഠിച്ചു വയ്ക്കുക. +2 കൂട്ടുക. അപ്പോൾ ഗ്രൂപ്പ് കാണാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ പഠിച്ചിട്ടുള്ള 2 നമ്പേഴ്സാണ്. +12 പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട്. അതിൽ +12 എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? പിയുടെ മണ്ടയിൽ 6 ആണ്, അതുകൊണ്ട് തന്നെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടേണ്ട നമ്പർ 12 ആണ്. ഇനി നമുക്കൊരു കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇവിടെ അവസാനിച്ചിരിക്കുന്ന പിയിലാണല്ലേ. പിയിൽ അവസാനിച്ചിരിക്കുന്നു. മുകളിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? 6. ഇതിൻ്റെ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചാലോ? ഈ കിടക്കുന്ന മുകളിൽ കിടക്കുന്ന 6ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ആയതുകൊണ്ട് എത്ര കൂട്ടണമെന്നാണ് പറഞ്ഞത്? നമ്മൾ എത്ര കൂട്ടണം? 12 കൂട്ടണം അല്ലേ. പി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 12 കൂട്ടും. 12 കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 18. അപ്പോൾ ഇതേതാ ഗ്രൂപ്പ്? ഗ്രൂപ്പ് 18. ഇനി എസ് ആണെങ്കിലോ? എസ് ആണെങ്കിൽ നമ്മൾ ഒന്നും കൂട്ടണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എന്തോന്നായിരിക്കും എസ് ആകുമ്പോൾ വരിക? അവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഗ്രൂപ്പ് 1 തന്നെയാണ്. ഗ്രൂപ്പ് ഓർത്ത് വയ്ക്കുക, ബ്ലോക്ക് മാത്രമാണ് ലെറ്ററായിട്ട് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നമ്പേഴ്സാണ്. പിരീഡും ഗ്രൂപ്പും നമ്പറാണ്. നമ്മുടെ ബ്ലോക്ക് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ലെറ്ററായിട്ട് വരിക. ഓക്കെ, അടുത്ത് നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. പിയുടെ മണ്ടയിലാണ് കിടക്കുന്നത് അല്ലേ. പിയുടെ മണ്ടയിൽ എത്രയാണ് കിടക്കുന്നത്? 6 കിടക്കുന്നത്. നേരത്തെ പോലെ നമ്മൾ 6 കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? പി ആയതുകൊണ്ട് തന്നെ 12 കൂട്ടും. ഈ മുകളിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? ഇപ്പോൾ 5 ആണെങ്കിൽ 5ൻ്റെ കൂടെ 12 കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് 18 ആണ് വരിക. ഓക്കെ, ഗ്രൂപ്പ് 18 ആണ് വരിക. ഇത്രയും കാര്യം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. ഒന്ന് നോക്കിയാലോ. CU29 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞില്ലേ, ആ കാര്യം അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് എഴുതിയാലോ. 1S മുകളിലുള്ളത് എഴുതണ്ട കേട്ടോ. 2S 2P 3S ഒരു 25 കഴിഞ്ഞ് വരുവാണെങ്കിൽ ഫുൾ എഴുതിക്കും. 20 ആണെങ്കിൽ നമ്മൾ 3P വരെയൊക്കെ 3P 4S വരെയൊക്കെ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി വലിയ കുറഞ്ഞ നമ്പറാണ് 10 11 പോലത്തെ നമ്പറാണെങ്കിൽ നമുക്ക് 3 4 നമ്പറിൻ്റെ എസ് വരെയൊക്കെ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 29 ആണല്ലേ, വലിയ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഫുൾ എഴുതുക. അല്ല, നിങ്ങൾക്ക് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഫുൾ എഴുതുക, ബാക്കി വരണത് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. 3S 3P 4S 3D 4P വരെ എഴുതി വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മണ്ടയിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ. 29 പറഞ്ഞല്ലേ. 2 പിന്നെ ഒരു 2 പിന്നെ 6. അപ്പോൾ നോക്കിയേ, 2 4 6. പിയുടെ മണ്ടയിൽ 6 കൊള്ളും, അതുകൊണ്ട് 6 ഇട്ടേക്കുന്നത്. ഡൗട്ട് വരരുത്. എസിൻ്റെ മണ്ടയിൽ 2 കൊള്ളാൻ പറ്റുള്ളൂ, അതുകൊണ്ട് 2 ഇട്ടേക്കുന്നത്. ഇപ്പോൾ 10 ആയിട്ടുണ്ട്. ഇനി ഒരു 12 18 20. ഡിയുടെ മണ്ടയിൽ എത്രയായി കൊള്ളുക? 20. ഡിയുടെ മണ്ടയിൽ 10 കൊള്ളും. നമുക്ക് ആദ്യമായിട്ടല്ലേ ഡിയുടെ എന്ന് പറഞ്ഞത്. അപ്പോൾ 10 കൊള്ളും. നമുക്ക് 10ൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് നോക്കിയേ, 10 ആയിട്ടുണ്ട് ഇവിടെയും വീണ്ടും 10 ആയിട്ടുണ്ട്. 10 10 ആയപ്പോൾ 20. ഇനി നമുക്ക് 9ൻ്റെ ആവശ്യമുള്ളൂ. 9 എന്ന് എഴുതാം. ഓക്കെ, 4Pയുടെ ആവശ്യമില്ല, അതങ്ങ് വെട്ടിക്കളയുക. ഓക്കെ, ഇനി നോക്കിയിട്ട് പറഞ്ഞേ. 3ഡിയുടെ മണ്ടയിൽ 10 ഒരിക്കലും 9 ഡിയുടെ മേലെ ഒരിക്കലും 9 4 വരില്ല. അതിന് പകരം നമ്മൾ എന്തെന്ന് എഴുതുക? 10 എന്നോ 5 എന്നോ എഴുതണം. മനസ്സിലായോ? ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡിയുടെ മേലെ ഒരിക്കലും 9 4 വരില്ല. പിന്നെയോ ഒന്നിൽ 10 എന്നോ 5 എന്നോ എഴുതണം. അപ്പോൾ നോക്കിയാലോ, ഡിയുടെ മണ്ടയിൽ എന്തൊക്കെയാണ്? 10 എന്നോ 5 എന്നോ എഴുതണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിൽ നമുക്ക് 9 വന്നു. അപ്പോൾ തെറ്റെന്ന അർത്ഥം. ഇതെന്താണ്? തെറ്റായിട്ടുള്ളൊരു മെത്തേഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ എഴുതി വയ്ക്കാലോ. നേരത്തെ പോലെ തന്നെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന എഴുതുക. 1S 2S 2P
3s 3p 4s 3d ഇതുവരെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. ഇവിടെ നമ്മൾ 2 ഇട്ടു, 6 ഇട്ടു, 2 ഇട്ടു, 6 ഇട്ടു. ഇനി ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് 10 ആക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? 10 വരണം. എന്നാലോ ഈ ഫുൾ ടോട്ടൽ നമ്പർ എന്തിൽ തന്നെ നിൽക്കുകയും വേണം, 29 തന്നെ നിൽക്കുകയും വേണം അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയാൽ ഇവിടെ 10 ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരിക എന്നൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഇവിടെ ഇത്രയും കൂടെ കൂട്ടുമ്പോൾ 10, 18, 28 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വരുള്ളൂ. മനസ്സിലായോ? ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളിവിടെ ഒന്നാക്കിയിട്ട് ആ നമ്പറിനെ എടുത്ത് ഇതിലോട്ട് കൊടുക്കും. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇവിടെ എപ്പോഴും എന്ത് ചെയ്യും? ഇവിടെ 9 4 വരുന്ന സമയത്ത് ഇവിടെ ഒന്നാക്കിയിട്ട് ആ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇതിലേക്ക് കൊടുക്കും. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഇതിൻ്റെ പീരീഡും ബ്ലോക്കൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാലോ? ഇത് ലാസ്റ്റ് വരുന്നത് എന്തോന്നാണ്? ഡി എന്നുള്ള രീതിയിലാണ്. കണ്ടോ? അപ്പോൾ ഇതിലേറ്റവും നമ്മൾ ഇപ്പം ഫസ്റ്റ് നമുക്ക് പീരീഡ് കണ്ടുപിടിക്കുക. ഇതിലെ പീരീഡ് ഏതാണ്? ഏറ്റവും വലിയ നമ്പർ ഏതാണ് എന്നുള്ളതാണ് ഇതിലെ പീരീഡ്. ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4. അപ്പോൾ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 4 ആണല്ലേ. ഇനി ഗ്രൂപ്പുണ്ട്, ബ്ലോക്കുണ്ട്. നമ്മൾ പഠിച്ചു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലെ ലെറ്ററാണ്. ലാസ്റ്റ് അവസാനിക്കുന്ന ലെറ്റർ ഡി. നമ്മൾ ഇതേ മെത്തേഡിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഒന്നിലും ഡൗട്ട് വരില്ല കേട്ടോ. അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ ഇത് കാണാതെ അങ്ങ് പഠിച്ചു വയ്ക്കുക. അതായത് ഇത് നമ്മൾ രണ്ടെണ്ണം കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് കാണാതെ പഠിക്കുക, ഇത് കാണാതെ പഠിക്കുക, പിന്നെ എന്തോന്ന് കാണാതെ പഠിക്കുക? ഈ കിടക്കുന്ന ഈ 3 കാര്യങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി അത്ര വലിയ സമയം വേണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി ഏറ്റവും വലിയ നമ്പർ നോക്കിയപ്പോൾ 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല. 4 ആണോ? 4 ആണല്ലേ. ഈ മുകളിലുള്ള നമ്പറുകളല്ല, ഈ എസിൻ്റെ നേർക്ക് കിടക്കുന്ന സൈഡിൽ കിടക്കുന്ന നമ്പറുകളിൽ വലുതേതാണ് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? പീരീഡായിട്ട് എടുക്കുക. ബ്ലോക്ക് ഏതാണ്? ലാസ്റ്റ് കിടക്കുന്ന ലെറ്റർ ഏതാണോ അതാണ് അവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് കാണുമ്പോൾ എങ്ങനെയാണ് കാണുക? നമ്മൾ നേരത്തെ പഠിച്ചു. ഡി വരുവാണെങ്കിൽ 2 കൂട്ടുക, 10ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 12. പി വന്നിരുന്നെങ്കിലോ? അപ്പം നമ്മൾ 12 കൂട്ടേണ്ട അങ്ങനെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് നമ്മുടെ ഈ പീരിയോഡിക് ടേബിൾ ഒന്നും കൂടെ നോക്കിപ്പോവാം. ഈ കാണുന്ന ആദ്യത്തെ 2 ലെറ്റേഴ്സ് അല്ലേ, 2 നമ്പേഴ്സ് 1 2, ഇതിനെ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. എന്ത് ബ്ലോക്കാണ്? എസ് ബ്ലോക്കാണ്. ഓക്കെ. ഈ ഇത്രയും കാണുന്ന ഈ 3 മുതൽ തുടങ്ങി 12 വരെ കാണുന്നതാണ് എന്തോന്ന് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക്. എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്. ഇനി ഇതേത് ബ്ലോക്കായിരിക്കണം? ഇത് പി ബ്ലോക്കാണ് കേട്ടോ. ഇതേത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. ഇത് താഴെയായിട്ട് 2 റോ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? എഫ് ബ്ലോക്ക്. ഇനി ഇതിലൊരു കാര്യം നോക്കിയാൽ ഈ എസും പിയിലും നമുക്കിതിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്സിനെയും പി ഈ ആദ്യത്തെ കിടക്കുന്നില്ല, ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പോക്കിപ്പോൾ. ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലസ് ആയിട്ടാണ് കരുതുക. ഇത് +1 ആണ്, ഇത് +2 ആണ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഓർത്ത് പോകട്ടോ. ഞാൻ റൗണ്ട് ഇട്ട് വെച്ചിരിക്കാം, കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. ഇത് എസ് ആണ്, ഇതിനെ ഡി എന്നാണ് വിളിക്കുന്നത്, ഇതിനെ പി എന്നാണ് വിളിക്കുന്നത്. താഴെ 2 എണ്ണം ഉണ്ട് എഫ് ബ്ലോക്ക്. നമുക്ക് എഫ് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലുതായിട്ട് പഠിക്കാനില്ല. ഇനി ഡി ബ്ലോക്ക് കണ്ടോ 3 മുതലാണ് തുടങ്ങുന്നത്. അതാണ് നമ്മൾ 1 2 എന്നുള്ള 2 നമ്പർ ഇവിടെ ഡിയിലൂടെ കൂട്ടേണ്ട പറഞ്ഞത്. എപ്പോഴൊക്കെ ഡി വരുന്നു അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 കൂട്ടേണ്ട വരും എന്ന് പറഞ്ഞില്ലേ? കാരണം ഇവിടെ 2 എണ്ണം എസ്സിലുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൂട്ടേണ്ട പറഞ്ഞത്. അപ്പോൾ പി കണ്ടുപിടിക്കേണ്ട കാരണം എന്താ പറഞ്ഞത്? ഈ 12 എണ്ണം വരുന്നത് എന്തിലാണ് ഉള്ളത്? 2 എണ്ണം എസ്സിലെയും 2 എണ്ണം ഡിയിലെയും ആയതുകൊണ്ട് നമുക്ക് പി 1 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 13ാമത്തതാണ്. അതുകൊണ്ട് നമ്മൾ 12 കൂട്ടി കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇത് 13, 14, 15, 16, 17, ലാസ്റ്റ് 18 ഇങ്ങനെ പോകും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ +1 ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ +2 ആണ്. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇത് 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. ഇത് 0 ആണ്. തൊട്ടടുത്ത് കിടക്കുന്നത് -1 ആണ്, ഇത് -2 ആണ്, ഇത് -3 ആണ്, ഇത് -4 ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പറഞ്ഞാൽ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എലമെൻ്റ് ഏതെന്ന് ചോദിക്കും നിങ്ങളുടെ. നമുക്ക് എളുപ്പത്തിന് ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടു. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എലമെൻ്റ് ഏതെന്ന് ചോദിക്കും. +1 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എഴുതിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ബി എന്ന് എഴുതിക്കുന്നു വെച്ചോ. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എലമെൻ്റ് ഏതാണ്? ബി ആണ് അവിടുത്തെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു H എന്ന് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ അവർ നമ്മളിട്ട് ചോദിക്കുകയാണ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ എലമെൻ്റ് ഏതാണ്? അപ്പോൾ നമ്മളിത് കാണാതെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0യിൽ തുടങ്ങും. -1 -2 -3 -4 നമുക്ക് H ആണെന്നുള്ള കാര്യം ഓർമ്മ വരും. ഓക്കെ. ഇനി ഇങ്ങറ്റത്തുള്ള ഈ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാത്തിനെയും നോബൽ ഗ്യാസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തെന്ന് അറിയപ്പെടുന്നത്? നോബൽ ഗ്യാസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നോബൽ ഗ്യാസസ്. ഇനി ഈ കാണുന്ന ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സ് നമ്മൾ വിളിക്കുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ.
ഈ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ കാര്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറി മാറി കാണിക്കുന്ന ഒന്നാണ്. ഈ കാണില്ലേ +1 +2 അങ്ങനെ നമുക്ക് ഇവിടെ ഉള്ള എലമെൻസിന് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്താത്തത്. ഓക്കെ, ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറിക്കൊണ്ട് ചിലപ്പോൾ ഇവിടെ ഉള്ള ഒരു എലമെൻറ്റ് തന്നെ +1 കാണിക്കാം, +2 കാണിക്കാം, അല്ലെങ്കിൽ -1 അങ്ങനെ എല്ലാം മൈനസ് കാണിക്കാറില്ല. എന്ത് ചെയ്യും, അങ്ങനെ മാറി 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 എന്ത് ചെയ്യും ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നവയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കോ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് പോലെ തന്നെ ഇവയ്ക്ക് കളർ വ്യത്യാസം കാണിക്കാനുള്ള ഒരു കോമ്പൗണ്ടുകൾക്കെല്ലാം എന്ത് ചെയ്യും കളർ വ്യത്യാസം, നമ്മൾ കോപ്പറൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂ അങ്ങനത്തെ കളർ കാണിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇനി ഞാൻ ഇവിടെ കുറച്ച് എലമെൻസിൻ്റെ പേര് ചുമ്മാ എഴുതിയിട്ട് നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സി എന്ന ഇതുമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ജി എച്ച് അവിടെ എഴുതി, ഐ എച്ച് എം കെ എൽ ഒ. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള 2-3 എലമെൻസിൻ്റെ പേര് എഴുതിയിരിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വരണേന്ന് നോക്കാം. ഇതേപോലെ ഒരു പീരിയോഡിക് ടേബിൾ തന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കാം. എലമെൻറ്റ്സ് ഓഫ് ദ എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. ഇത് ഡി ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്, ഇത് പി ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്, ഇത് എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? താഴെ കിടക്കുന്നു നമ്മളെ ബിയും സിയും ആണ് എസ് ബ്ലോക്കിലെ എലമെൻറ്റ്സ്. ഒരു മാർക്ക് ചുമ്മാ കിട്ടുന്നതില്ലേ, ജസ്റ്റ് ഒന്ന് ഇത് നോക്കി വെച്ചാൽ മതി. ആദ്യം കിടക്കുന്നത് എസ് ആണ്, ഇത് രണ്ടാമത് കിടക്കുന്നത് ഡി ആണ്, ഇവിടെ കിടക്കുന്നത് പി ആണ്, ഈ മാറി കിടക്കുന്നത് എഫ് ബ്ലോക്കാണ്. അത് ചോദിക്കാറില്ല കേട്ടോ, മിക്കവാറും ഇത് ഇത്രയും മാത്രമേ വരാറുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ വിച്ച് എലമെൻറ്റ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ്. +1 ഇതാണ്, ഇത് +2 ആണ്. അപ്പോൾ ഏതായിരിക്കും? ഈ സി ആണ് +2 ഓക്സിഡേഷൻ. വീണ്ടും ഒരു മാർക്ക് കിട്ടുന്നുണ്ടോ? അടുത്ത വിച്ച് ഇസ് ദ എലമെൻറ്റ് ദാറ്റ് ഹാസ് ദ 5p ഇലക്ട്രോൺസ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണം 5p, പിയിലെ 5 ഇലക്ട്രോൺ ഉള്ളത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. പിയിൽ 5 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പിയുടെ കൂടെ ഏതെങ്കിലും നമ്പർ തന്നിട്ട് അതിൻ്റെ 5 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൂട്ടണമെന്നാണ് പഠിച്ചിട്ടുള്ളത്? പിയിലൂടെ 12 കൂട്ടിയാലേ അതിൻ്റെ ഗ്രൂപ്പ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 12 ഒന്ന് കൂട്ടി നോക്കുക, നമുക്ക് ഉത്തരം എത്ര കിട്ടി? 17. 17ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന H ആണ് എന്ത് ചെയ്യുന്നത്? P5, പിയിൽ 5 ഇലക്ട്രോൺ ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനിയാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലായില്ല. ഇനി 5p എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? 5p എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 1 2 3 4, ഇവിടെ ഒരു 4ാമത്തെ സെക്ഷൻ കാണും അല്ലേ? 4 5, ഇവിടെ എവിടെയെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും 5p എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഇപ്പോൾ നമ്മളുടെ ചോദിച്ചത് P5ലെ എലമെൻ്റ് ഏതെന്നാണ് ചോദിച്ചത്. P5ലാണെങ്കിൽ മുകളിൽ കിടക്കുന്ന 5 അല്ലെങ്കിൽ 5 ഇലക്ട്രോൺ എന്നെടുത്ത് ചോദിക്കും. അതിൻ്റെ കൂടെ 12 കൂട്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. ഇനി ഫ്രണ്ടിൽ എഴുതുന്നത് 5 എന്ന് പറഞ്ഞാൽ പിരീഡുകളാണ്. ഫ്രണ്ടിൽ ഇപ്പോൾ 3 എന്ന് എഴുതിയാൽ 3ാമത്തെ പിരീഡ്. നമ്മൾ താഴോട്ട് എണ്ണി നോക്കണം. പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് എണ്ണുന്നതാണ്. 1 2 3 4 5. 5ാമത് എണ്ണുമ്പോൾ എന്തെങ്കിലും എലമെൻ്റ് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എസ് കിടക്കുവാന്ന് വെച്ചോ, അപ്പോൾ എസ് ആയിരിക്കും അവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 5p എന്നാണ് തരുന്നതെങ്കിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് വിച്ച് ഹാസ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ദ ഡി സബ് ഷെല്ലിൽ എൻ്റർ ചെയ്യുന്ന എലമെൻ്റ് ഏതാണെന്ന്. ഡി ഷെല്ലുകളിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏതിനൊക്കെ ആയിരിക്കും? എഫിന്, ജിന്, ഐനും ലാസ്റ്റ് ഇലക്ട്രോൺ ഡിയിലാണ്. കാരണം ഡിയിൽ വന്ന് വീഴുന്നതെല്ലാം ഡിയിൽ ലാസ്റ്റ് എൻ്റർ ചെയ്യണതാണ്. എസ്സിൽ വന്ന് വീഴുന്നതൊക്കെ എസ്സിൽ ലാസ്റ്റ് എൻ്റർ ചെയ്യണതാണ്. പിയിൽ വന്ന് വീഴുന്നതൊക്കെ പിയിൽ ലാസ്റ്റ് എൻ്റർ ചെയ്യണതാണ് കേട്ടോ. അടുത്ത് വിച്ച് എലമെൻറ്റ്സ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ. ഇനി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഫുള്ളായല്ലേ, ഇങ്ങോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടുവാണ്. താഴോട്ട് വരുമ്പോൾ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുവാണ്? അയണൈസേഷൻ കുറയുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴാണ് കൂട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി നമ്മളൊന്ന് ആലോചിക്കുക. ഈ വരി നിൽക്കുന്ന ആൾക്കാർക്ക് മിഠായി ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ആദ്യം നിൽക്കുന്ന ആൾക്ക് 1 2 3 4 അങ്ങനെ കിട്ടി ഏറ്റവും കൂടുതൽ മിഠായി കിട്ടുന്ന ആൾക്കാർക്കും 18ാമത്തെ. അതേപോലെ അയണൈസേഷൻ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതായിരിക്കും? മുകളിലുള്ള ആൾക്കാർ. അപ്പോൾ എന്താണ് എം എന്ന് പറയുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതലായിട്ട് അയണൈസേഷൻ എനർജി ഉള്ളത്. ഇലക്ട്രോ നെഗറ്റീവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അതേപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തിനായിരിക്കും കൂടുതലായിട്ട് എന്നായിരിക്കും? ഇലക്ട്രോൺ. അതിന് മുമ്പേ നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇനി ഇതിൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രോണിൻ്റെ സൈസ് ഇങ്ങോട്ട് പോകുമ്പോൾ അയണൈസേഷൻ കൂടുമെന്നല്ലേ പറഞ്ഞത്? കുറയുകയാണ് ചെയ്യണത്. ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക? കുറയുകയാണ് ചെയ്യണം. താഴോട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ഇലക്ട്രോൺ സൈസ് കേട്ടോ, ഇലക്ട്രോൺ സൈസിനെ ഇങ്ങനെ വരച്ചിരിക്കാം. ഓക്കെ, ഇങ്ങനെ താഴോട്ട് വരുമ്പോഴാണ് ഇലക്ട്രോണിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? കുറയുക ചെയ്യണം. അപ്പോൾ ഏറ്റവും വലിയത് ഏതായിരിക്കും? ഇപ്പോൾ ഇവിടെ ഒരു
എം എൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടെന്ന് വെച്ചോ. ഇതായിരിക്കും എന്ത് ചെയ്യുന്നത് ഏറ്റവും വലിയ സൈസുള്ള സാധനം. ഓക്കെ. ഇനി ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക കുറയുക. അപ്പോൾ ഓയൊക്കെ എന്തായിരിക്കും? ഇത് ഓ അല്ല 0 ആണ് അല്ലേ? എന്തെന്നിടാം? ഇസഡിനൊക്കെ എന്തോന്നായിരിക്കും കുറവായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സൈസ് കുറയുക ചെയ്യണത് കേട്ടോ. അപ്പോൾ സൈസ് കുറയുക ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ എല്ലിനായിരിക്കും എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് അതിൻ്റെ സൈസ് ഉണ്ടായിരിക്കുക. ഓക്കെ. ഇത്രയും കാര്യമാണ് മെയിനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയുള്ളത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ.